كونوا قوامين بالقسط شهداء لله ولو على أنفسكم أو الوالدين والأقربين صدق الله العظيم اللهم ألهمني رشدي وأعذني من شر نفسي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രാദേശിക തിരഞ്ഞെടുപ്പിലേക്ക് നാം കടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താണ് നമ്മോട് ഈ ഒരു വിഷയത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്? ഈ ഒരു ഘട്ടത്തിൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നാം എന്താണ് ചെയ്യേണ്ടത്? വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതാർക്ക് ചെയ്യണം? എന്തടിസ്ഥാനത്തിൽ നാം തിരഞ്ഞെടുക്കണം? നമ്മുടെ തീരുമാനം എന്തടിസ്ഥാനത്തിലായിരിക്കണം? പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ വിഷയത്തിൽ നമ്മോടെന്തെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് നാം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു ഘട്ടമാണിത്. ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഒന്ന് പഠനം നടത്തിയാൽ വളരെ പ്രധാനപ്പെട്ട 3 അമലുകളുമായി, മനുഷ്യന് ചെയ്യാവുന്ന 3 കർമ്മങ്ങളുമായി ഈ തിരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ നാം നൽകുന്ന വോട്ടിന് ബന്ധമുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, നാം നൽകുന്ന വോട്ട് അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഷഹാദത്ത്, ഒരു സാക്ഷ്യമാണ്. പരിശുദ്ധ ഖുർആനിലും ഹദീസിലുമൊക്കെ വളരെ ഗൗരവത്തോടുകൂടി പരിചയപ്പെടുത്തിയിട്ടുള്ള ഇരുതല മൂർച്ചയുള്ള ഒരു പ്രവർത്തനമാണ് സാക്ഷ്യം എന്നുള്ളത്. ഒരു ഭാഗത്തൊരു മനുഷ്യൻ നല്ല സാക്ഷ്യത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ, നന്മയ്ക്ക് വേണ്ടി സാക്ഷിയായി വന്നാൽ, ജനങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി ഒരു മനുഷ്യൻ സാക്ഷിയായി നിന്നാൽ അതിൻ്റെ പേരിലുണ്ടാകുന്ന നന്മകളുടെ പ്രയോജനവും, മറുഭാഗത്ത് ഒരു മനുഷ്യൻ്റെ സാക്ഷിത്വം കൊണ്ട് മനുഷ്യർക്ക്, ഏതെങ്കിലും വ്യക്തികൾക്ക്, ഏതെങ്കിലും സമൂഹത്തിന് പ്രശ്നമുണ്ടായാൽ അതിൻ്റെ പേരിലുള്ള ശിക്ഷയും, ഇതെല്ലാം ഏറ്റെടുക്കേണ്ടി വരുന്ന വലിയൊരു ബാധ്യതയായി, വലിയൊരു കർമ്മമായിട്ടാണ് സാക്ഷിത്വത്തെ പരിശുദ്ധ ഖുർആനും ഹദീസും പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ് കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ നീതിപൂർവം സാക്ഷികളായി നിലകൊള്ളണം. അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം നിങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ നിർവഹിക്കേണ്ടത്. അത് നീതിയുടെ പക്ഷത്ത് മാത്രമേ നിങ്ങൾ നിലകൊള്ളാവൂ എന്ന് പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത രീതിയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അതിനോട് തുടർന്ന് അല്ലാഹു പറയുന്നത് വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖറബീൻ. ആ നീതിക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനെ ഓർത്ത് നിലകൊള്ളുമ്പോൾ അവിടെ നിങ്ങളുടെ മറുഭാഗത്ത് വരുന്നത്, നിങ്ങളുടെ പ്രതിസ്ഥാനത്ത് വരുന്നത് നിങ്ങളുടെ കുടുംബക്കാരോ, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോ, നിങ്ങളുടെ മാതാപിതാക്കളോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പ്രയോജനമോ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും നീതിക്ക് എതിരായി നിങ്ങൾ നിലകൊള്ളാൻ പാടില്ല. നീതിയെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ നിലകൊള്ളാൻ പാടില്ല. അള്ളാഹുവിനെ ഓർത്ത് നിങ്ങൾ നീതിക്ക് വേണ്ടി മാത്രം നിലകൊള്ളണം. അത് നിങ്ങളുടെ സ്വന്തത്തിന് തന്നെ എതിരായി വരുമെങ്കിലും ശരി, അവിടെ നിങ്ങൾ നീതി മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം സാക്ഷ്യം നിർവഹിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നാം നൽകുന്ന ഓരോ വോട്ടും നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സാക്ഷിത്വമാണ്. നമ്മുടെ പ്രദേശത്തുള്ള സ്ഥാനാർത്ഥികൾ അവരുടെ വോട്ടർമാരുടെ മുന്നിൽ വന്ന് അവർ വിജയിച്ചാൽ നൽകാമെന്ന്
പറയുന്ന ഒരുപാട് വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ അവർ ഈ പ്രദേശത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി ചെയ്യാമെന്ന് ഉറപ്പ് നൽകുന്ന ഒരുപാട് സേവനങ്ങൾ, ഈ സേവനങ്ങൾ ചെയ്യാൻ, ഈ പ്രദേശത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത് ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഈ മനുഷ്യൻ യോഗ്യനാണ് എന്ന് ഞാനൊരു സാക്ഷിത്വം നൽകുകയാണ് എൻ്റെ വോട്ടിലൂടെ. അതുകൊണ്ട് ഈ ഒരു സാക്ഷിത്വം ഞാൻ നൽകുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് എൻ്റെ മനസ്സാക്ഷിയോടൊന്ന് ചോദിക്കണം. ഞാനൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യുമ്പോൾ ആ മനുഷ്യന് വേണ്ടി ഞാൻ സാക്ഷി നിൽക്കുകയാണ്. ഈ പ്രദേശത്തുള്ള ആളുകളുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ, ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കാൻ ഈ മനുഷ്യൻ യോഗ്യനാണ്. അതിനുള്ള അറിവും പക്വതയും അതിനുള്ള സ്വാധീനവും കഴിവും ഈ മനുഷ്യനുണ്ട് എന്ന് ഞാനൊരു സാക്ഷിത്വം നൽകുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ ഞാനൊരു സാക്ഷിത്വം നൽകുമ്പോൾ അവിടെ എൻ്റെ മനസ്സിൽ നീതിബോധമുണ്ടാകണം. അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് ഞാൻ നൽകുന്നത് എന്നുള്ള ബോധത്തോടു കൂടി നൽകണം. ആ രീതിയിൽ നാം ഈ ഒരു വോട്ടിനെ സമീപിക്കുമ്പോൾ, ഈ ഒരു തിരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ, ബഹുമാനികളെ, നമുക്ക് പലരെയും എതിർക്കേണ്ടി വരും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറഞ്ഞു എന്നതാണ്. നമ്മുടെ സ്വന്തം വ്യക്തി താല്പര്യങ്ങൾ, നമ്മുടെ സ്വന്തം വ്യക്തി ബന്ധങ്ങൾ, നമ്മുടെ പാർട്ടി ബന്ധങ്ങൾ, ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് നീതിയുടെ ഭാഗത്ത് നിലകൊള്ളേണ്ടി വരും. ഇത് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞ കാര്യമാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു മനുഷ്യൻ എന്താണ് മുന്നിൽ വെക്കുന്നത്? അള്ളാഹുവിനോടുള്ള എൻ്റെ ഉത്തരവാദിത്തമായിട്ട് നീതി എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു മനുഷ്യന്, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഇവിടെയുള്ള സ്ഥാനാർത്ഥികളിൽ ആപേക്ഷികമായി വിശ്വസ്തനായ മനുഷ്യനാണ് ഈ മനുഷ്യൻ എന്നുള്ള എൻ്റെ ഉറപ്പിൻ്റെ പേരിലെങ്കിലുമാണ് ഞാൻ വോട്ട് നൽകുന്നതെങ്കിൽ, ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്ക് രക്ഷപ്പെടാനാകും. ഇനി അതല്ലാതെ സ്വന്തം വ്യക്തി താല്പര്യങ്ങളോ അല്ലെങ്കിൽ പാർട്ടി നോക്കിയിട്ടൊക്കെയാണ് നമ്മുടെ വോട്ടുകൾ രേഖപ്പെടുത്തുന്നതെങ്കിൽ, എൻ്റെ പാർട്ടിയിൽ മത്സരിക്കുന്ന മനുഷ്യൻ അവൻ എത്ര കഴിവില്ലാത്തവനാണെങ്കിലും, എത്ര വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെങ്കിലും അവനെ തന്നെ ജയിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ, ബഹുമാനികളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നാം നൽകുന്നത് ഒരു കള്ള സാക്ഷിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വളരെ ഗൗരവത്തോടു കൂടി തങ്ങൾ ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. അലാ അദുല്ലുക്കും അലാ അക്ബരിൽ കബായിർ. ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം ഏതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിൽ ഷിർക്ക് വെക്കലാണ്, അള്ളാഹുവിനോടൊപ്പം മറ്റ് ദൈവങ്ങളെ ആരാധിക്കലാണ്. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഷഹാദത്തു സൂർ, കള്ള സാക്ഷിത്വമാണ് ഏറ്റവും വലിയ തിന്മ. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാരിയിരുന്ന സ്ഥലത്ത് നിന്നും നേരെ ഇരുന്നു, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി. എന്നിട്ട് തങ്ങൾ വീണ്ടും അരളി ഷഹാദത്തു സൂർ, കള്ള സാക്ഷിത്വമാണ് ഏറ്റവും വലിയ തിന്മ. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം അത് കള്ള സാക്ഷിത്വമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വീണ്ടും ഉണർത്തി. അതുകൊണ്ട് ബഹുമാനികളെ, നമ്മുടെ ഒരു വോട്ട്, നാം നൽകുന്ന ഒരു വോട്ട്, അത് നമ്മുടെ ഇത്തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലാണെങ്കിൽ, അല്ലെങ്കിൽ നാം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെ നോക്കിക്കൊണ്ട് മാത്രമാണെങ്കിൽ, ബഹുമാനികളെ, അവിടെ നാം നൽകുന്നത് ഒരു കള്ള വോട്ടാണ്, ഒരു കള്ള സാക്ഷിത്വമാണ്. അതിലൂടെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഉറപ്പായി നാം മറുപടി നൽകേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും അധികം ഉറപ്പുള്ള, നാടിന് പ്രയോജനമുണ്ട്, നാട്ടുകാർക്ക് പ്രയോജനമുണ്ടെന്ന് നമുക്കുറപ്പുള്ള, നമ്മുടെ അറിവിൽ നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ സമാധാനം പറയാൻ പറ്റുന്ന ഒരു മനുഷ്യന് വേണ്ടിയായിരിക്കണം നാം വോട്ട് ചെയ്യേണ്ടത്. രണ്ടാമതായി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നാം നൽകുന്ന ഓരോ വോട്ടും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഷഫാഅത്ത്, ഒരു ശുപാർശയാണ്. പരിശുദ്ധ ഖുർആൻ ശുപാർശയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതും ഇതേ രീതിയിലാണ്. ഒരു മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്താൽ,
വമൻ യശ്ഫഅ ശഫാഅതൻ ഹസന, ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ വേണ്ടി ശുപാർശ ചെയ്താൽ, ഞാനൊരു മനുഷ്യനോട് പോയിട്ട് ഒരു നന്മയായ കാര്യത്തിന് വേണ്ടി ഒരാളെ സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഇവിടെ എൻ്റെ ഒരു പൈസ പോലും ചെലവഴിക്കുന്നില്ല. ആ മനുഷ്യനെ കൊണ്ട് അയാളുടെ പൈസ മറ്റൊരാൾക്ക് നൽകിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ യകുൻ ലഹു നസീബും മിൻഹ, ആ ചെയ്ത സദഖയുടെ പ്രതിഫലം ഈ ശുപാർശ ചെയ്ത മനുഷ്യന് ലഭിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇതേ രീതിയിലുള്ള ഒരു ശുപാർശയാണ് യഥാർത്ഥത്തിൽ നാം ഈ വോട്ടിലൂടെ ചെയ്യുന്നത്. എൻ്റെ പ്രദേശത്ത്, എൻ്റെ വാർഡിൽ മത്സരിക്കുന്ന ഇന്ന സ്ഥാനാർത്ഥി, അദ്ദേഹം ഈ സ്ഥാനത്തിന് അർഹനാണ്, ഇദ്ദേഹത്തെ വിജയിപ്പിക്കണം, ഇദ്ദേഹത്തിന് ഈ സ്ഥാനം നൽകണമെന്ന് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ നൽകുന്ന ഒരു ശുപാർശയാണ് യഥാർത്ഥത്തിൽ ഈ വോട്ടിലൂടെ ഞാൻ നൽകുന്നത്. നാം രേഖപ്പെടുത്തുന്ന ഓരോ വോട്ടും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശുപാർശയാണ്. അത് ആർക്ക് വേണ്ടിയാണ് നാം ചെയ്യുന്നത്? അതിലൂടെ നന്മയാണോ ഉണ്ടാവുക, അതല്ല ഈ പ്രദേശത്തുള്ള മനുഷ്യർക്ക് അതിലൂടെ നഷ്ടമാണോ ഉണ്ടാവുക എന്ന് നാം ഒന്ന് പഠിക്കണം. എൻ്റെ ഈ വോട്ടിൻ്റെ പേരിൽ, ഇതിലൂടെ ഞാൻ നൽകുന്ന ഈ ശുപാർശയുടെ പേരിൽ ആ മനുഷ്യൻ ജയിച്ചു വന്നിട്ട് ആ മനുഷ്യൻ എന്തൊക്കെ നന്മകൾ ഈ പ്രദേശത്ത് ചെയ്താലും, ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തൊക്കെ പരിശ്രമങ്ങൾ ചെയ്താലും അതിൻ്റെ എല്ലാം പ്രതിഫലത്തിൻ്റെ ഒരു ഭാഗം എൻ്റെ നന്മകളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തും. എന്നാൽ മറുഭാഗത്ത് ഞാൻ എൻ്റെ താല്പര്യങ്ങൾ നോക്കി യോഗ്യനല്ലാത്ത ഒരു വ്യക്തിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ മൂലം ഈ പ്രദേശത്തിലുണ്ടാകുന്ന, ഈ നാടിനുണ്ടാകുന്ന ഓരോ ദൂഷ്യങ്ങൾക്കും, ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകൾക്കും ഞാനും ഉത്തരവാദിയായിരിക്കും. എൻ്റെ തിന്മകളുടെ കൂട്ടത്തിൽ ആ മനുഷ്യൻ ചെയ്യുന്ന രാഷ്ട്രീയ തിന്മകളും രേഖപ്പെടുത്തപ്പെടും എന്നുള്ള ഒരു ബോധത്തോടു കൂടിയായിരിക്കണം നാം ഈ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. മൂന്നാമതായി, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ നോക്കിയാൽ നമ്മുടെ വോട്ട് നാം ഒരു വക്കാലത്ത് ഏൽപ്പിക്കലാണ്. അതായത് നമ്മുടെ വിഷയത്തിൽ, നമ്മുടെ കാര്യങ്ങൾ നാം ഒരാളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് പോലെയാണ്. മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിൽ ഓരോ മേഖലയിലും മനുഷ്യന് ഓരോരുത്തരെ ഉത്തരവാദിത്തം ഏൽപ്പിക്കേണ്ടി വരും. അത്തരം സാഹചര്യത്തിൽ നാം ആ മേഖലയിൽ ആരെയാണ് ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് എന്നുള്ളത് 100% നമ്മുടെ മാത്രം ബാധ്യതയാണ്. ഒരു പ്രദേശത്തിൻ്റെ ഭരണത്തിൻ്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരാളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ, ഒരു മനുഷ്യനെ ഞാൻ വക്കാലത്ത് ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യൻ അതിനുള്ള യോഗ്യനാണ് എന്നെനിക്ക് 100% ഉറപ്പില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ മനുഷ്യനേക്കാൾ അർഹനായ, ഇതിന് യോഗ്യനായ, ഇതിന് കഴിവുള്ള ഒരു മനുഷ്യനുണ്ടെന്ന് എനിക്കറിവുണ്ടായിട്ടും ഞാൻ അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് എൻ്റെ താല്പര്യങ്ങളുടെ പേരിൽ മറ്റൊരാളെയാണ് ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, മൻ ഇസ്തഅമല റജുലൻ മിൻ ഇസാബത്തിൻ വഫീ തിൽകൽ ഇസാബ മൻ ഹുവ അർളാ ലില്ലാഹി മിൻ. ആരെങ്കിലും ഒരു സംഘത്തിന്റെ ഉത്തരവാദിത്തം ഒരാളെ ഏൽപ്പിച്ചാൽ ആ സംഘത്തിൽ അതിനേക്കാൾ അതിനർഹനായ, അതിന് കഴിവുള്ള, അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനേക്കാൾ സ്വീകാര്യനായ ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കെ മറ്റൊരു മനുഷ്യനെ ആരെങ്കിലും ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ ഫഖദ് ഖാനല്ലാഹ്, ഒന്നാമതായി അവൻ അള്ളാഹുവിനോട് വഞ്ചന കാണിച്ചവനാണ്. വഖാന റസൂല, അള്ളാഹുവിൻ്റെ റസൂലിനോട് വഞ്ചന കാണിച്ചവനാണ്. വഖാനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് മുഴുവൻ, വിശ്വാസി സമൂഹത്തോട് മുഴുവൻ ഈ മനുഷ്യൻ കാണിക്കുന്ന വഞ്ചനയാണ്. അതുകൊണ്ട് നാം നൽകുന്ന വോട്ട് അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് ഒരാളെ നാം ഏൽപ്പിക്കുകയാണ്. ഈ ഒരു കാര്യത്തിന് ഈ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങളുടെ, ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും, ജാതിമത ഭേദമന്യേ ഈ പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള യോഗ്യതയും അറിവും അതിനുള്ള കഴിവുമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ വോട്ട് നൽകുന്നതെന്ന ഉറപ്പ് നമുക്കുണ്ടാകണം. ഇനി അത്തരത്തിലുള്ള കഴിവുള്ള മനുഷ്യൻ ഇദ്ദേഹമല്ല എന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടും നമ്മുടെ വ്യക്തി താല്പര്യങ്ങളുടെ പേരിൽ നാം ഒരു മനുഷ്യന് വോട്ട് നൽകിയാൽ, ബഹുമാനികളെ, അതിനേക്കാൾ അർഹനായ മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നിട്ട് നമ്മുടെ വോട്ട് മറ്റൊരാൾക്കാണ് നാം നൽകുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ നാം നൽകുന്ന വഞ്ചനയാണ്, മുഅ്മിനീങ്ങളോട്, വിശ്വാസി സമൂഹത്തോട് നാം കാണിക്കുന്ന വഞ്ചനയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള വോട്ടവകാശം യഥാർത്ഥത്തിൽ ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അമാനത്താണ്.
ഈ അമാനത്ത് നാം എങ്ങനെ നിർവഹിക്കുന്നു? ഇത് അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. അമാനത്ത് അതിൻ്റെ അർഹരായ ആളുകളെ ഏൽപ്പിക്കണം. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ്, അമാനത്ത് നിങ്ങൾ അർഹരായ ആളുകളെ മാത്രം ഏൽപ്പിക്കണം. എന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു. ഈ പള്ളിയുടെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു അമാനത്തിന് ഞാൻ യോഗ്യനല്ല എങ്കിൽ അത് തിരിച്ചറിഞ്ഞിട്ടും എന്നെ ഈ സ്ഥാനത്തേക്ക് നിർത്തുകയാണെങ്കിൽ, ബഹുമാനികൾ, ആ സ്ഥാനത്ത് നിർത്തുന്ന ഓരോരുത്തരും അതിന് കുറ്റക്കാരാണ്. ഇവിടെ ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടും ആ തെറ്റിനെ അവഗണിച്ചുകൊണ്ട് എന്നെ ഈ സ്ഥാനത്ത് നിർത്തുകയാണെങ്കിൽ, ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും എന്നെ ഇവിടെ നിർത്താൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ പിന്തുണയ്ക്കുന്ന ഓരോരുത്തരും ഉത്തരവാദികളാണ്. ഇതുപോലെ നാം ഒരു പ്രദേശത്തിൻ്റെ ഭരണം, ഒരു പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തം ഒരു വ്യക്തിയെ ഏൽപ്പിക്കുമ്പോൾ, ആ മനുഷ്യൻ അതിന് അർഹനല്ല എന്ന് നാം മനസ്സിലാക്കിയിട്ടും നമ്മുടെ താല്പര്യങ്ങളുടെ പേരിൽ പാർട്ടി നോക്കിക്കൊണ്ട് നാം വോട്ട് ചെയ്യുകയാണെങ്കിൽ, ബഹുമാനികളെ, ആ മനുഷ്യൻ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും നാമും ഉത്തരവാദിയായി തീരും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു അവസരം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ നൽകിയിരിക്കുന്ന ഈ ഒരു അവസരം, ഇതൊന്നുകിൽ നമുക്ക് വലിയൊരു ഇബാദത്താക്കി തീർക്കാൻ സാധിക്കും, വലിയൊരു നന്മയ്ക്കുള്ള കാരണമാക്കി തീർക്കാൻ സാധിക്കും. അല്ല എങ്കിൽ നമ്മുടെ സ്വന്തം താല്പര്യങ്ങളുടെ പേരിൽ, നമ്മുടെ രാഷ്ട്രീയം നോക്കി, നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾ നോക്കി ഇത് വലിയൊരു തിന്മയുടെ തുടക്കമാക്കി തീർക്കാനും നമുക്ക് അവസരമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നാം നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം, അള്ളാഹുവിന് വേണ്ടി നീതിയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ എന്ത് തീരുമാനമെടുക്കും? എനിക്ക് വ്യക്തമായി പരിചയമുള്ള, എനിക്ക് നല്ല രീതിയിൽ അറിയുന്ന, ഇദ്ദേഹത്തെ കൊണ്ട് നാടിന് നന്മയുണ്ടാകും, ഇദ്ദേഹം ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉപകാരം ചെയ്യും, ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു മനുഷ്യന് ആകണം നാം വോട്ട് ചെയ്യേണ്ടത്. ഇസ്ലാമിക വീക്ഷണത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നാം ഒന്ന് പരിശോധിച്ചാൽ, ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ യോഗ്യത എന്താണെന്ന് നാം ചരിത്രത്തിൽ നിന്നൊന്ന് മനസ്സിലാക്കണം. നമുക്കെല്ലാവർക്കും ഏറ്റവും സുപരിചിതനായ, ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നാം എല്ലാം കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള നീതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് നാം പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, രാത്രി സമയങ്ങളിൽ വേഷം മാറി അദ്ദേഹം രഹസ്യമായി ജനങ്ങൾക്കിടയിലൂടെ നടന്ന് തൻ്റെ പ്രജകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കുമായിരുന്നു എന്നുള്ളത്. ഈ രീതിയിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച അദ്ദേഹത്തിൻ്റെ സേവകനായ അസ്ലം റഹിമഹുള്ള ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഞാനിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ത്രീ കുറെ കുട്ടികളോടൊപ്പം ഇരുന്ന് ഒരു അടുപ്പിന് മുകളിൽ എന്തോ വെച്ചിങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കൽ അനുവാദം ചോദിച്ച് ചെന്നു. എല്ലാവരും ആത്മാർത്ഥമായി സദഖകൾ നിക്ഷേപിക്കുന്നു. ഇവര് അടുത്തേക്ക് ചെന്നു. ആ സ്ത്രീയോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വിശേഷം അന്വേഷിച്ചു. ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ മക്കൾ പട്ടിണിയിലാണ്, അവർക്ക് ഭക്ഷണത്തിനുള്ള വക എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാൻ ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം വേകുന്നു എന്ന് കരുതി എൻ്റെ മക്കൾ ഉറങ്ങട്ടെ എന്ന്. എന്നിട്ട് ആ സ്ത്രീ ഒരു വാക്ക് പറഞ്ഞു, അല്ലാഹു ബൈനനാ വബൈന അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളുടെ വിഷയത്തിൽ ഞങ്ങളുടെ നേതാവ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുത്തിയ ഈ വീഴ്ചയ്ക്ക് അല്ലാഹു അദ്ദേഹത്തോട് ചോദിക്കട്ടെ എന്ന് ഈ സ്ത്രീ പറയുകയാണ്. ഇത് കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമിച്ചു പോയി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥ ഉമർ എങ്ങനെ അറിയാനാണ്? ഈ സ്ത്രീ പറഞ്ഞു, അദ്ദേഹം ഞങ്ങളുടെ ഭരണാധികാരിയായിട്ട് ഞങ്ങളുടെ അവസ്ഥ അറിയാതിരിക്കുന്നതിന് അദ്ദേഹത്തിന് എന്ത് ന്യായമാണുള്ളത്? ബഹുമാനികളെ, ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടം. ഇതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച, ശരീഅത്ത് പഠിപ്പിച്ചിട്ടുള്ള, പരിചയപ്പെടുത്തിയിട്ടുള്ള ഭരണാധികാരം. ഉമർ റളിയല്ലാഹു അൻഹു വിശാലമായ ഒരു ഭൂപ്രദേശത്തിന്റെ അധികാരിയായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ സ്ത്രീ പറയുകയാണ്, ആളെ തിരിച്ചറിയാതെ ആ സ്ത്രീ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഭരണാധികാരിയാണ് അദ്ദേഹമെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങളുടെ ദാരിദ്ര്യം അറിയാതിരിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് എന്ത് ന്യായമാണുള്ളതെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് തൻ്റെ സേവകനെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെന്ന് അവിടെ നിന്നും ബൈത്തുൽ മാലിലെ പൊതു സ്വത്തിലെ ഒരുപാട് ഭക്ഷണം എടുത്തുകൊണ്ട് ഗോതമ്പും മറ്റു ഭക്ഷണ സാധനങ്ങളും ഒരു ചാക്കിൽ നിറച്ചുകൊണ്ട് ഈ സ്ത്രീക്ക് നൽകാനായി പുറപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ സേവകനായ അസ്ലം റഹ്മഹുള്ള
ന്യായമായൊരു കാര്യമാണ് ആവശ്യപ്പെട്ടത്. ഇത് കൊണ്ടുപോയി കൊടുക്കുന്നതുമെല്ലാം ന്യായമാണ്. പക്ഷെ ഇത് അവിടം വരെ ചുമന്നു കൊണ്ടുപോകേണ്ടത് ഉമർ റളിയല്ലാഹു അൻഹു ചുമക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ സേവകനായ അസ്ലം റഹ്മത്തുള്ളാഹി കൂടെ ഉണ്ടല്ലോ, ഞാനത് ചുമന്നു കൊള്ളാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം വാങ്ങുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. സ്വന്തം പുറത്ത് ആ ചാക്കുമേറ്റിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. അസ്ലം റഹ്മത്തുള്ളാഹി വീണ്ടും ചോദിച്ചു, അത് ഞാൻ പിടിച്ചുകൊള്ളാം. രണ്ടാമതും മൂന്നാമതും ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം, ഞാൻ ഈ ചെയ്ത തെറ്റിന്റെ ഭാരം ഖിയാമത്ത് നാളിൽ ഏറ്റെടുക്കാൻ നീ വരികയില്ലല്ലോ, അതുകൊണ്ട് ദുന്യാവിലും ഈ ഭാരം ഞാൻ തന്നെ ചുമന്നുകൊള്ളാമെന്ന്. ബഹുമാനികളെ, നമ്മുടെ ഭരണ പ്രദേശത്ത് ഭരണ ഉത്തരവാദിത്തമേറ്റ വ്യക്തികൾ, സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഭരണം ഏൽപ്പിക്കപ്പെടുന്നത് ഒരു ഉത്തരവാദിത്തമാണ്. ആ ഭരണ പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ, ഒരു പരീക്ഷണത്തിൽ കഴിയുകയും അതിനുള്ള പരിഹാരം അള്ളാഹു എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് സാമ്പത്തികമാകട്ടെ മറ്റെന്തെങ്കിലും പ്രശ്നമാകട്ടെ, അതിന് പരിഹാരം കാണാനുള്ള അവസരം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അവരുടെ പരിഹാരം ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ 100% ഉറപ്പാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ അതിന് സമാധാനം പറയേണ്ടി വരും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 100% നീതിക്ക് വേണ്ടി നിലകൊണ്ട മനുഷ്യൻ, ഓരോ പ്രജകളുടെയും പ്രശ്നം അടുത്തറിഞ്ഞ മനുഷ്യൻ, അദ്ദേഹം ഇത്രയധികം തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പേടി, ഈ ഒരു തിന്മയുടെ ഭാരം ഞാൻ ഖിയാമത്ത് നാളിൽ ചുമക്കേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് ഈ ഒരു ചിന്തയായിരിക്കണം ഓരോ ഭരണാധികാരികൾക്കും ഉണ്ടാകേണ്ടത്. ഇത്തരം ചിന്തയുള്ള, ഈ ഒരു ബോധമുള്ളവരെ ആയിരിക്കണം നാം നമ്മുടെ പ്രദേശത്തിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക്, ഭരണത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് നാം തിരിച്ചറിയണം. ഈ രീതിയിൽ അള്ളാഹുവിനെ മുൻനിർത്തി നീതിക്ക് വേണ്ടി നാം നിലകൊള്ളുകയാണെങ്കിൽ ബഹുമാനികളെ, ഒന്നാമതായി നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമുണ്ടാകും. രണ്ടാമതായി ഇതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന അനാവശ്യമായ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, അനാവശ്യമായ ചർച്ചകൾ, വഴക്കുകൾ, ഇതിനെല്ലാം ഒരു അവസാനമുണ്ടാകും നീതിക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി നാം നിലകൊള്ളുമ്പോൾ. നേരെ മറിച്ച് നമ്മുടെ വ്യക്തി താല്പര്യങ്ങളും പാർട്ടിയും നോക്കിയാണ് നാം ഈ ഘട്ടത്തിൽ നിൽക്കുന്നതെങ്കിൽ ഉറപ്പാണ് നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ നശിക്കും. ഇതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ വ്യക്തിപരമായും സാമൂഹികമായും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിനെല്ലാം ഒരു പരിഹാരം കാണണമെങ്കിൽ നാം ഒരു തീരുമാനമെടുക്കണം. എൻ്റെ മനസാക്ഷിക്ക് അംഗീകരിക്കാവുന്ന വിധം, എനിക്ക് വിശ്വസിക്കാവുന്ന, അംഗീകരിക്കാവുന്ന നന്മയുണ്ടെന്ന്, ജനങ്ങൾക്ക് ഉപകാരമുണ്ടെന്ന് ഉറപ്പുള്ള ഒരു മനുഷ്യന് മാത്രമേ ഞാൻ വോട്ട് ചെയ്യുകയുള്ളൂ. ആ വിഷയത്തിൽ എൻ്റെ മറ്റൊരു സ്വാർത്ഥതയും ഞാൻ സ്വീകരിക്കുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടിയായിരിക്കണം നാം ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്.